കൊച്ചിയിൽ നമ്മൾ ഒരു റെസിഡൻറ്റ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാറുണ്ട്. നമുക്കറിയാം, കൊച്ചിയുടെ ഈ ഒരു തിരക്കിൽ നമുക്ക് വേഗത്തിൽ എത്തേണ്ട ഇടങ്ങളിലേക്കെല്ലാം ഈസി ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനിലായിരിക്കും നമുക്ക് ഒരു വീട് തിരഞ്ഞെടുക്കുന്നത്. സോ അതുപോലുള്ളൊരു ലൊക്കേഷനിൽ ഒരു മനോഹരമായ 1300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു 4 BHK സെമി ഫർണിഷ്ഡ് വില്ല നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. കൊച്ചിയുടെ ഏറ്റവും പ്രൈം ലൊക്കേഷനായ കാക്കനാട്, അതായത് ഇൻഫോ പാർക്കിലേക്കെല്ലാം വെറും 10 മിനിറ്റിൽ താഴെ മാത്രം ദൂരം വരുന്ന കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 4 BHK വില്ല വന്നിട്ടുള്ളത്. കാക്കനാടിൻ്റെ വളരെ അടുത്ത് ഇരുമ്പനം എന്ന ലൊക്കേഷനിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല വരുന്നത്. ഈ വില്ലയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്നതാണ് നമ്മൾ കാണിക്കുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഒരു റെഡി ടു ഓക്യുപ്പൈ വില്ലകളിൽ നിന്നും മാറി നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽസും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ബിൽഡേഴ്സിൻ്റെ ആ ഒരു മേൽനോട്ടത്തിൽ വളരെ പ്രീമിയം ലെവലിൽ തന്നെയുള്ള എല്ലാ രീതിയിലും അത് ഈച്ച് ആൻഡ് എവറി പാർട്ടും നമുക്ക് നല്ലൊരു പ്രീമിയം ടച്ചോട് കൂടി വളരെ നല്ല ക്വാളിറ്റിയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വില്ലയാണ്. സോ ഈ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് സൺറൈസ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ്ല ഹബ്ബ്, അതുപോലെ തന്നെ വാട്ടർ മെട്രോ സ്റ്റേഷൻ, നമുക്ക് വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ എന്നീ ഇടങ്ങളിലേക്കെല്ലാം വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു വില്ല വരുന്നത്. എന്നാൽ വലിയ തിരക്കും ബഹളങ്ങളും കാര്യമൊന്നും ഇല്ലാത്ത ഒരു ലൊക്കേഷനും കൂടിയാണത്. സോ നമുക്ക് ഈ ഒരു കൊച്ചിയുടെ തിരക്കിലേക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു ലൊക്കേഷനിൽ നിങ്ങളൊരു വില്ല നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വില്ല നിങ്ങൾക്ക് ആപ്റ്റാണ്. സോ നമുക്ക് ആ ഒരു വില്ലയുടെ പൂർണ്ണമായ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4 മീറ്റർ ഇന്റേണൽ റോഡോട് കൂടിയാണ് ഈ ഒരു വില്ല വരുന്നത്. നമുക്ക് ഈ ഒരു വില്ലയുടെ കോമ്പൗണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം നിങ്ങൾക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ തന്നെ മുറ്റെല്ലാം ടൈലും കാര്യങ്ങളെല്ലാം ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലാസോട് കൂടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോറാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ഗേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നു. ടോട്ടൽ 3 കസ്റ്റമൈസ്ഡ് വില്ലാസാണ് ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് കിട്ടുന്നത്. അതിൽ ഈ ഒരു വില്ല 1300 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. 4 BHK വില്ലയാണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും അതുപോലെ തന്നെ ടോപ്പ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളും കൂടി സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു വില്ല നിർമ്മിച്ചിട്ടുള്ളത്. സോ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. 2500ഓളം ലിറ്ററോളം വരുന്ന ഒരു വാട്ടർ ടാങ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രഷർ പമ്പും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ ഒരു വാട്ടർ ഫെസിലിറ്റി ഇവരോട് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കറണ്ട് കണക്ഷനിലേക്ക് വരാണ് 3 ഫേസ് കണക്ഷൻ. അതുപോലെ തന്നെ നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിൾസും കാര്യങ്ങളും എല്ലാം രീതിയിലാണ് കൊടുത്തിട്ടുള്ള ഒരു കറണ്ട് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടിരിക്കുന്ന ഒരു വില്ലയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ടോപ്പ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയലോട് കൂടിയാണ് ഈ ഒരു വില്ലയുടെ എല്ലാ പാർട്ടും ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കാണുന്ന റെഡി ടു ഓക്യുപ്പൈ വില്ലയിൽ നിന്നും വിവിധമായിട്ട് ഇവിടെ എല്ലാ ഏരിയയിലേക്കും നല്ല പോലെയുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. സോ അതിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ നമുക്കൊരു UPVC വിൻഡോസാണ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. അത് ഒരു ഗ്രീൻ ഫെൻസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെ ഐറ്റംസാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലോട് കൂടി നല്ല ഫിനിഷ്ഡ് വർക്കാണ് ഇവിടെ എല്ലാ ഇതിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ വിൻഡോയിൽ എടുത്ത് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ പെയിൻറ്റിംഗ് ബോക്സ് കാര്യങ്ങളെല്ലാം ഏഷ്യൻ്റെ റോയൽ എന്ന് പറഞ്ഞൊരു ടോപ്പ് പ്രീമിയം ലെവലിൽ വരുന്ന പെയിൻറ്റ്സും കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം വർക്ക്സും കാര്യങ്ങളും എല്ലാം അവർ എല്ലാം നല്ലൊരു ഫിനിഷ്ഡ് വർക്ക്സോട് കൂടി തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഇത് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ സ്പേസാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു 2 ചെയർ ഇട്ട് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലപോലുള്ള ഒരു പ്രൈം ക്വാളിറ്റിയിലുള്ള ഒരു ടൈലും കാര്യങ്ങളും നൽകിയിരിക്കുന്നു. ചെറിയ ഗാർഡൻ എന്നുള്ള പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നു. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ പുറത്തെ കോമ്പൗണ്ടിലെ വിശേഷങ്ങൾ. അടുത്തത് നമുക്ക് അകത്തെ കാര്യങ്ങളിലേക്ക് പോകാം. വളരെ മനോഹരമായിട്ടാണ് അകത്തെ കോമ്പൗണ്ട് എല്ലാം ഇന്ത്യയുടെ ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. സോ നമുക്കത് കണ്ടു നോക്കാം. സോ അടുത്ത് നമ്മൾ വീടിൻ്റെ അകത്തെ പോർഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അകത്തെ പോർഷനിലേക്ക് ആദ്യമേ വരുമ്പോൾ തന്നെ നമുക്ക് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ്. സോ അതിനു മുമ്പ് നമുക്ക് ഇവിടെ പറയേണ്ടത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വുഡ്, അത് നമ്മുടെ ഡോസിനെല്ലാം നമുക്ക് സോളിഡ് മഹാഗണി വുഡും അതുപോലെ തന്നെ ഫ്രെയിം ബോക്സും എല്ലാം, അതായത് എല്ലാ ഫ്രെയിംസും എൻ്റെ ബാക്കിലുള്ള എല്ലാ ഫ്രെയിംസും ടീക്കൂഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ റൂം ഡോസും എല്ലാം ജാക്ക് വുഡിൻ്റെ ബ്രാൻഡഡ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് എല്ലാ ഡോസും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. സോ നമുക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ കയറി വന്നിട്ടുള്ളത് ലിവിങ് ഏരിയ സ്പേസിലാണ്.
ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് ആണ്. ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഏരിയ, അതുപോലെ തന്നെ നല്ലൊരു പാനൽ വർക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു ലിവിങ് ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാം നല്ല വലിയ ഇതിൽ വരുന്ന ടൈലും കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ഫ്ലോറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സെമി ഫർണിഷ്ഡ് വില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ ഇന്ത്യയിൽ ആയിട്ടുള്ള എല്ലാ ആക്സസറീസും കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് ബോക്സും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. കർട്ടൻ, അതുപോലെ തന്നെ കർട്ടൻ വർക്ക്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു വില്ലയുടെ എൻ്റെ ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കറണ്ട് കണക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു 3 ഫേസ് കണക്ഷനും കാര്യങ്ങളെല്ലാം അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോളാർ പാനലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അടുത്തായി വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഞാൻ ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. ഡൈനിങ് ഏരിയ സ്പേസ് നമുക്ക് നല്ല ഒരു ടേബിളൊക്കെ ഇടാനുള്ള സ്പേസും കൂടാതെ അതിൻ്റെ കൂടുതൽ ഒരു വാഷ് ഏരിയ യൂണിറ്റും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റയറിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. സോ അടുത്തത് ഈ വീടിനോട് തൊട്ട് ചേർന്ന് ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കിച്ചൺ ഏരിയ സ്പേസ് വരുന്നത്. കിച്ചൺ ഏരിയ സ്പേസ് എല്ലാം നല്ലൊരു മനോഹരമായി ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഡോസ് എല്ലാം ജാക്ക്വുഡിൻ്റെ ഡോസ് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയ സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രെയിം വർക്കും കാര്യങ്ങളെല്ലാം ടേക്ക് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ പോർഷനെല്ലാം UPVC ആണ് ചെയ്തിരിക്കുന്നത്. നല്ല വാറൻറ്റിയുള്ള മെറ്റീരിയലാണ്, കാരണം വർഷങ്ങളോളം നിലനിൽക്കും. നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഒന്നും അതിനെ ബാധിക്കാത്ത രീതിയിൽ ആണ് ആ ഒരു നിർമ്മിച്ചിട്ടുള്ളത്. ആ ഒരു സ്പേസ് എല്ലാം നല്ലപോലുള്ള സ്റ്റോറേജ് ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം നമുക്ക് കൂടി കിട്ടുന്നുണ്ട്. നല്ലൊരു ഫിനിഷ്ഡ് വർക്കാണ്. സീലിംഗ് വർക്കുകളെല്ലാം ജിപ്സം കൊണ്ട് സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ കിച്ചൺ ഏരിയയോട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അതിന് പുറത്തേക്കുള്ള ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ഇതിന് തൊട്ട് ബാക്കിലായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു മുറ്റത്തിൻ്റെ ബാക്ക് പോർഷനിലേക്കും നല്ലൊരു സ്പേസ്, ഒരു അത്രയും ഗ്യാപ്പ് ഇട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ ഏരിയയിലെ എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഇനി ബെഡ്റൂം ഏരിയ സ്പേസ് കാണാനുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഫർണിഷ്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്, നമുക്കത് കാണാം. കിച്ചണോട് തൊട്ടടുത്തായിട്ട് വരുന്നത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഏരിയ വരുന്നത്. ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ആ ബെഡ്റൂമിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇതിലേക്ക് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ബെഡ്, അതായത് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്കിവിടെ പാനലും കാര്യങ്ങളെല്ലാം പ്ലൈവുഡ് കൊണ്ടുള്ള പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബെഡും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ലൊരു വാർഡ്രോബ് നമുക്ക് ഈ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കർട്ടൻസും കാര്യങ്ങളും അതുപോലെ ഫ്രെയിം വർക്ക്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണെങ്കിൽ ഇവിടെ ഈ ഒരു ചെറിയൊരു സ്പേസിലാണെങ്കിൽ നമുക്കിവിടെ ഒരു ടേബിൾ കാര്യങ്ങൾ, ഒരു കമ്പ്യൂട്ടർ ടേബിൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതായത് നമുക്ക് ആ ഒരു ബാത്റൂമിൻ്റെ കേസൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാ ക്വാളിറ്റിയോട് കൂടിയുള്ള ബാത്റൂം ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ബാത്റൂം ഏരിയ സ്പേസിനെ പറ്റി പറയുമ്പോൾ വെച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ബാക്കി എല്ലാം പോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം ഐലിഫിൻ്റെ ഡോസ്, അതുപോലെ തന്നെ സെറ, ജാഗ്വർ എന്നീ ബ്രാൻഡുകളുടെ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് എൻ്റെ ആയിട്ടുള്ള എല്ലാ ബാത്റൂംസും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഒരു ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ബെഡ്റൂം ഏരിയ സ്പേസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സോ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. ടോട്ടൽ 4 ബെഡ്റൂമുകൾ വരുന്നതാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ 3 ബെഡ്റൂമുകൾ നമുക്ക് മേളിലാണ് കിട്ടുന്നത്. സോ നമുക്ക് ആ ഒരു ബെഡ്റൂം ഏരിയ പോർഷൻ എല്ലാം കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസ് സ്റ്റീൽ എല്ലാം ചെയ്തിരിക്കുന്ന സ്റ്റീൽ ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസ് എല്ലാം ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം കാര്യങ്ങൾ കണ്ടുപോകും. സോ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമുകളുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് കയറി വന്നിട്ടുള്ളത്. നമ്മൾ ആ താഴെ കണ്ട ബെഡ്റൂമിനേക്കാളൊക്കെ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസാണ്. ഇത് ഫർണിഷ്ഡ് ബെഡ്റൂം അല്ല, ഒരു സെമി ഫർണിഷ്ഡ് ബെഡ്റൂമാണെന്ന് പറയാം. ഇവിടെ നമുക്ക് വിൻഡോസ് കർട്ടൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് നല്ലൊരു വലിയ കട്ടിലും അതുപോലെ വാർഡ്രോബ് കാര്യങ്ങളെല്ലാം വെക്കാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ കിട്ടുന്നുണ്ട്. ഈ ഒരു റൂമിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ നമുക്കിവിടെ പെയിൻറ്റിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ വളരെ നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബ്രാൻഡ് റോയലി ബ്രാൻഡിൻ്റെ തന്നെ ഒരു പെയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് തന്നെ അതിൻ്റെ ആ ഒരു ഷൈനിങ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ നല്ലൊരു ബെഡ്റൂം ഏരിയ സ്പേസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി നല്ല പോലെ നീറ്റായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഇവിടെ ബെഡ്റൂം ഏരിയ സ്പേസിൽ കൊടുത്തിട്ടുള്ളത്.
സോ അടുത്ത് നമുക്ക് 2 ബെഡ്റൂമുകളാണ് എൻ്റെ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വരുന്നത്. സോ ആ ഒരു ബെഡ്റൂമിന് കോമൺ ആയിട്ടാണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ബാത്റൂം ഏരിയ സ്പേസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂം കാണാം. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയും നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള പെയിൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബെഡ്റൂമിന് അത്രയും വലിപ്പം വരുന്നില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഒരു കട്ടിലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ആപ്റ്റായിട്ടുള്ളൊരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണത്. മേലെ ചെറിയൊരു സ്റ്റോറേജും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. കർട്ടൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ അവസാനമായിട്ട് നമുക്കൊരു മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസ് കാണാനുണ്ട്. സോ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു അപ്പർ ലിവിങ് ഏരിയ പോർഷനിൽ നമുക്ക് നല്ലൊരു ടോപ്പിലാണെങ്കിൽ നല്ല റൗണ്ടിലുള്ള നല്ലൊരു ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നല്ലൊരു ആംബിയൻറ്റ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. സോ അവസാനമായി നമുക്ക് ബാൽക്കണി ഏരിയ കണ്ടു നോക്കാം. ബാൽക്കണിയുടെ ഡോറാണ് ഇവിടെ വരുന്നത്. ഞാൻ നേരെ ബാൽക്കണി ഏരിയയുടെ പോർഷനിലേക്കാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽ കാര്യങ്ങളെല്ലാം സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ വോൾട്ടേലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നല്ലൊരു ഡിസൈൻ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു വലിപ്പം വരുന്ന ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എല്ലാം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു 4 BHK വില്ലയാണ്. 1300 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേഗത്തിൽ ഒരു കൊച്ചിയുടെ മെയിൻ ലൊക്കേഷൻസായ കാക്കനാട്, അതുപോലെ തന്നെ വൈറ്റില എന്നീ ഏരിയയിലേക്കെല്ലാം, തൃപ്പൂണിത്തുറ എന്നീ ഏരിയയിലേക്കെല്ലാം വേഗത്തിലെത്താൻ കഴിയുന്ന ഒരു ലൊക്കേഷനാണ്. ഇൻഫോ പാർക്കിലേക്ക് വെറും 10 മിനിറ്റിൽ മാത്രം താഴെ മാത്രം ദൂരം വരുന്ന ഈ ഒരു ലൊക്കേഷൻ സീപോർട്ട് എയർപോർട്ടിൽ നിന്നും വെറും 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. കൂടാതെ ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ബിൽഡിംഗ് ക്വാളിറ്റി തന്നെയാണ്. എല്ലാ മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മുടെ സൺറൈസ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ രാജഗിരി സ്കൂൾ, നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോ പാർക്ക് ക്യാമ്പസ്, ജെയിൻ യൂണിവേഴ്സിറ്റി എന്നീ ഏരിയയിലേക്കെല്ലാം നമുക്ക് വേഗത്തിൽ എത്താൻ കഴിയുന്ന ലൊക്കേഷനാണ്. വൈറ്റില ഹബ്ബ്, അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ, നമ്മുടെ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ എന്നിവയിലേക്കെല്ലാം വേഗത്തിലെത്താൻ കഴിയുന്ന ഈസി ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു മനോഹരമായ 4 BHK വില്ല വന്നിട്ടുള്ളത്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. നമുക്ക് ഈ ഒരു വീടിന് ഹോം ലോൺ സൗകര്യങ്ങൾ ഒരുക്കി തരാൻ നമുക്ക് കഴിയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഓണറായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. സോ നമ്മൾ ആ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.